ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. നാളെ തുടർവാദം കേട്ട ശേഷമായിരിക്കും വിധി പറയുക. ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് യുവതിയുമായുള്ളതെന്നും ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കാൻ താൻ നിർബന്ധിച്ചിട്ടില്ലെന്നും രാഹുൽ വാദിച്ചു. സിജോ ബി ജോൺ ചേർന്നു. സിജോ, തുടർവാദം നാളത്തേക്ക് കോടതി മാറ്റിയിരിക്കുന്നു. ഇന്നത്തെ പ്രതിയുടെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? കോടതിയിൽ എന്തൊക്കെ സംഭവിച്ചു? അടച്ചിട്ട മുറിയിൽ 1.25 മണിക്കൂറോളമാണ് ഇതിന്റെ വാദം നടന്നത്. അതിനുശേഷമാണ് ചില തെളിവുകൾ കൂടി ഹാജരാക്കാനുണ്ടെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചത്. അതിന്റെ സാഹചര്യത്തിലാണ് ഇത് വിധി പറയുന്നതിന് തൊട്ടു മുൻപ് തുടർവാദം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. നാളെ ഇതിന്റെ തുടർവാദം നടക്കും. നാളെയോ അതല്ലെങ്കിൽ മറ്റന്നാളോ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് നാളോടുകൂടി തന്നെ വിധി ഉണ്ടാകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നാളെ വിധിയിലോട്ട് കടക്കാൻ തന്നെയാണ് ഉണ്ടാകാനാണ് ഇപ്പോഴത്തെ സാധ്യത എന്നുള്ളത്. കാരണം മറ്റന്നാള് ജഡ്ജി അവധിയാണെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുടർവാദത്തിന് ശേഷം നാളെ തന്നെ ഉണ്ടാകും എന്ന നിലയിലേക്ക് പറയുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായി തന്നെ വാദം ഇന്ന് കോടതി കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ അതിജീവിതയുമായി യുവതിയുമായി തനിക്ക് ബന്ധമുണ്ട്, പക്ഷേ അത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം മാത്രമാണ് ഉള്ളത്. മാത്രമല്ല താൻ ഒരു തരത്തിലും ഇവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടില്ല. ഈ യുവതി പറയുന്നത് പോലെയല്ല, യുവതിയാണ് ഗർഭചിത്രത്തിന് മരുന്ന് വേണമെന്നുള്ളൊരു കാര്യം തന്നോട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും വിധി പറയുക. തുടർവാദം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. വിധി നാളെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ തുടർവാദത്തിന് ശേഷമായിരിക്കും നാളെ വിധി പറയുക. സിജോ തുടരുന്നുണ്ട്. സിജോ തുടർന്നോളൂ. അതോടൊപ്പം തന്നെ ഒരു ഗൂഢാലോചന, ആസൂത്രണം തുടങ്ങിയ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഒരു ഗാർഹിക പീഡന പരാതി ഈ യുവതി പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ പരാതി നൽകുന്ന സമയത്ത് ഇത്തരത്തിൽ ബലാത്സംഗ പരാതിയോ അല്ലെങ്കിൽ വിഷയമോ പോലീസിനോട് അറിയിക്കുക പോലും ചെയ്തിട്ടില്ല. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഒരു പരാതിയാണ്. ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരാതി വന്നത് എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുകയും ചെയ്തിരിക്കുന്നത്. അന്വേഷണവുമായി സഹകരിക്കാം, ഏത് വ്യവസ്ഥയും അംഗീകരിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യവും രാഹുൽ മാങ്കൂട്ടം കോടതിയെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകളോടെയാണ് ഇത് വാദത്തിന് എത്തിയത്. അതിൽ പ്രധാനമായും ഈ രാഹുൽ മാങ്കൂട്ടവും യുവതിയും തമ്മിലുള്ള ശബ്ദം അത് റെക്കോർഡ് ചെയ്തതിൻ്റെ വിവരങ്ങൾ, അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റ് തുടങ്ങിയ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തരം വിവരങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമയത്ത് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ കാര്യമായി ബാധിക്കും. നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുകയാണ്. പോലീസ് പലയിടങ്ങളിലും തെരഞ്ഞെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുമെന്ന് പറയുന്ന രാഹുൽ ഓൾറെഡി തന്നെ ഒളിവിൽ പോയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് മുൻകൂർ ഇവർക്ക് ജാമ്യം നൽകുക എന്നുള്ള ഒരു കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രധാനമായി ഉന്നയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി വിവരങ്ങൾ വേണം എന്നുള്ളത് കൊണ്ട് നൽകാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തുടർവാദത്തിനായി മാറ്റുകയും ചെയ്തത്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാഹുലിന്റെ അറസ്റ്റ് ഇതുവരെയും കോടതി തടഞ്ഞിട്ടില്ല. അറസ്റ്റ് തടയണമെന്ന ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചു. എവിടെയൊക്കെയാണ് ഇപ്പോൾ SITയുടെ പരിശോധനകൾ, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് എത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട് കോടതി അറസ്റ്റ് തടയാതിരിക്കുന്ന സാഹചര്യത്തിൽ? ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ എത്തിയ വിവരം അറിഞ്ഞതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് കടന്നു കളയുന്നത്. പിന്നീട് തമിഴ്നാട്ടിലേക്കും അതിനുശേഷം കർണാടകയിലേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിൽ ഏതോ ഒരു സ്ഥലത്ത് ഉണ്ടെന്നുള്ള വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെന്നെങ്കിൽ വൈകാതെ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മുൻകൂർ ജാമ്യാപേക്ഷ സാധാരണ രീതിയിൽ വാദത്തിന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിധി പറയാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റിലേക്ക് പോകുന്നതിന് നിയമപരമായ തടസ്സമില്ലെങ്കിൽ പോലും പോലീസ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാറില്ല. സ്വാഭാവികമായും നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ വൈകാതെ തന്നെ അറസ്റ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം നടപടികൾ സ്വീകരിക്കുന്നതെന്നുള്ളതാണ് അറിയുന്നത്. സിജോ, ഇതിപ്പോ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ, അതായത് കടുത്ത കുറ്റകൃത്യം നടന്നു എന്ന് തെളിയിക്കാൻ എന്തൊക്കെ രേഖകളാണ്, എന്തൊക്കെ തെളിവുകളാണ് ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നത്? അതിനെ എങ്ങനെയാണ് പ്രതിഭാഗം എതിർത്തത്? മാത്രവുമല്ല, കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്ന്
ചാറ്റ് ഉൾപ്പെടെയൊക്കെ പുറത്ത് വന്നിരുന്നു, ഇല്ലെങ്കിൽ തെളിവുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ രീതിയിൽ ഈ ബന്ധം ഇല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, ഒപ്പം തന്നെ ഗർഭചിത്രം എന്ന ക്രൈം അതെങ്ങനെ നടന്നു എന്നൊക്കെയുള്ളതിൽ വാദങ്ങൾ എങ്ങനെയായിരുന്നു, അതെങ്ങനെ നിലനിൽക്കാനാണ് സാധ്യത?